നിങ്ങൾക്ക് വേണ്ടത് ഇപ്പൊ ഇസ്ലാം തകർന്ന് കിട്ടിയല്ലേ? ഹാരിസ് ഹുസൈൻ ഔട്ടടിച്ച് പോയവനാ ഇസ്ലാമെന്ന്. അവിടെ പോയാൽ പോരാ, പിന്നെ അതിനെ തിരിഞ്ഞു നോക്കി അതിന്റെ കുറ്റും കുറവുകളും ഇങ്ങനെ കണ്ടുപിടിച്ചോണ്ട് നടക്കേണ്ട എന്താ? ഹാരിസ് ഹുസൈനെ ഈ ലോകത്ത് മനുഷ്യർ എങ്ങനെ ജീവിക്കണം എന്നൊരു വ്യവസ്ഥ പറയും. എങ്ങനെ ജീവിക്കണം, ഞാനും താങ്കളും തമ്മിൽ എങ്ങനെ പെരുമാറണം, ഇങ്ങനെ തല്ലൂടാണോ വേണ്ടത്? രാവിലെ ഞാൻ ഓരോരുത്തന്മാർ കെട്ടിയെടുത്തോളൂ, പൂവും കായും അല്ലെങ്കിൽ വിട്ടുവീഴ്ചയോട് പെരുമാറണം. വിട്ടുവീഴ്ച നിങ്ങൾ ആരാ പഠിപ്പിക്കുന്നത്? മാതാപിതാക്കളെ ബഹുമാനിക്കണം ആരാ താങ്കളെ പഠിപ്പിക്കുന്നത്? ഈ സമയത്ത് വരേണ്ടി ഇങ്ങനെ ഓരോന്നും വിവരക്ക് അല്ല അതുവരെ പറഞ്ഞോ അല്ല എല്ലാം നിയമവ്യവസ്ഥയിൽ ഉണ്ടെന്നല്ലേ പറഞ്ഞ കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് എന്ത് ചെയ്യണമെന്നാ പറഞ്ഞു? ഉമ്മ വെക്കണമെന്നാണോ നീ ഇതിൽ ഇടപെടരുത്, അതെനിക്കുള്ളതാ. സെക്യുലറിസത്തിന് യോജിച്ചല്ല താങ്കൾ പറയുന്നത്. ഇസ്ലാമിൽ സെക്യുലറിസം ഉണ്ടോ? ഇസ്ലാമിൽ ജനാധിപത്യം ഉണ്ടോ? സീറോ ആണ്. സീറോ. ഇസ്ലാം സെക്യുലർ ആണ്. ഇസ്ലാം സീറോ സെക്യുലർ. ഇസ്ലാം സീറോ. ആരും പറയാത്തൊരു കാര്യം ഇയാള് നിന്റെ മുഖത്ത് നോക്കി അറിയാതെ പറഞ്ഞു പോയപ്പോ അതും നിനക്ക് വേണ്ടെന്നു അഹങ്കാരി. ചോദ്യം ചോദിച്ചോണ്ടേ ഇരിക്കാൻ പറ്റില്ല. ചോദ്യം ചോദിക്കാൻ ഞാൻ അനുവദിച്ചു. പറയുന്നത് കേൾക്ക്. സമയക്കില്ലെങ്കിൽ ഞാൻ മതിയാക്കിയോളാം. ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം സെക്യുലറാ. കാരണം എല്ലാ മതങ്ങൾക്കും പ്രവർത്തിക്കാൻ. ഒരു മിനിറ്റ്. ഓക്കെ യെസ്, അദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്യട്ടെ. ഡോക്ടർ ആരിഫ് പറയാം. ഞാന് ചോദിക്കാൻ ബ്ലേഡ് ദാസപ്പനല്ലേ? അപ്പൊ നിന്റെ അച്ഛനാ സംസാരിക്കുന്നത്. കാര്യം ഇതാണ്. അതായത് ഇപ്പൊ ഈ രാമായണത്തിന്റെ കാര്യം ചോദിച്ചപ്പോ അനിൽ നമ്പ്യാർ ആദ്യം ഉപയോഗിച്ച വാചകം തന്നെ ഇതാണ്. അതായത് രാമായണം വിമർശനാതീതമല്ല എന്ന് തന്നെയാണ് അനിൽ നമ്പ്യാർ ഇവിടെ പറഞ്ഞത്. അപ്പോ ഇവിടെ ഓ അബ്ദുള്ള ഇവിടെ ഈ കാണിച്ചിട്ടിരിക്കുന്നതിന്റെ പേര് തെമ്മാടിത്തരമെന്നാ. ഇത് എനിക്കുള്ള സമയമാണ്. നിങ്ങൾ ഫോണിലേക്ക് പോയപ്പോ വന്ന സമയമാണ്. ഫോൺ അറ്റൻഡ് ചെയ്യാൻ പാടില്ലായിരുന്നു. ഫോൺ അറ്റൻഡ് ചെയ്തത് മര്യാദയല്ല. പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ കേട്ടോ, അത് മര്യാദ കേടാണ്. ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് ഒരു സംവാദം നടക്കുമ്പോ അതിൽ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് ശരിയാണോ? രണ്ടാളല്ല 200 ആള് കൂടിയാലും എന്നോട് നിങ്ങൾക്ക് കഴിയില്ല. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഇത്രേ ഉള്ളൂ. അബ്ദുള്ള ഇത് പറഞ്ഞാൽ മതി. രാമായണം വിമർശനാതീതമല്ല എന്ന് അനിൽ നമ്പ്യാർ പറഞ്ഞു. അബ്ദുള്ളക്ക് ഖുർആൻ വിമർശനാതീതമല്ല എന്നൊറ്റ സ്റ്റേറ്റ്മെന്റ് ഒറ്റ ശ്വാസത്തിൽ പറയാൻ കഴിയൂല്ലേ? എനിക്ക് അത്ര ചോദിക്കാനുള്ളൂ. തീർച്ചയായും ഖുർആനെ വിമർശിക്കാലോ. വലിയ തമാശക്കാരനാണല്ലേ? പക്ഷെ എനിക്ക് തമാശ ഇഷ്ടമല്ല. തമാശ പറയുന്നതിന്റെ മൂട്ടിൽ ഞാൻ പഴക്കം വെച്ച് പൊട്ടിക്കും. എന്നാ പിന്നെ എന്തിനാണ് നമ്മൾ ഈ വിമർശിക്കുമ്പോ കാഫിറിനെ കൊല്ലണം എന്ന് പറഞ്ഞ മാതിരി മുർത്തദിനെ കൊല്ലണം എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കണം? എന്തിനാ കാഫിറിനെ കൊല്ലണം എന്ന് ഇസ്ലാം പറയുന്നതല്ല. കാഫിറിനെ കൊല്ലണം ഇസ്ലാം പറയുന്നത് ഞാൻ പറയുന്നത് കേൾക്ക്. എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. മുർത്തദിനെ കൊല്ലാതിരിക്കുക. ആ ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ മുണ്ടരുത്. പറയാൻ സമ്മതിക്കാരിഫേ. ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലുകും ഫിദ്ദീനി. അതിന്റെ അർത്ഥം ആരിഫിന് അറിയോ? അറിയോ? ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിൽ. പറയട്ടെ, ഞാൻ ഒന്നുകിൽ ആരിഫ് പറയാ, അല്ലെങ്കിൽ എന്നെ പറയാൻ സമ്മതിക്കാം. നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല. ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലുകും ഫിദ്ദീനി വലം യുഖ്രിജുകും മിൻ ദിയാരിക്കും. നിങ്ങളോട് യുദ്ധം ചെയ്യുകയോ നിങ്ങളെ വീട്ടിൽ നിന്ന് അന്ന് ചെയ്തതുപോലെ പുറത്താക്കുക ചെയ്യാത്തത് ആൾക്കാരോട് കാര്യം പറയുമ്പോൾ നിങ്ങൾ ബക്കറയിലേക്ക് എന്തോ എങ്ങനെ അടിച്ചു നിന്റെ 32 പല്ലും കാണുന്ന കായിൽ താത്തു പറയുമ്പോ ബക്കറയിലേക്ക് ഓടുന്ന കുതിരായി കുത്തിരിക്കാം. ഒന്ന് അതിനേക്കാൾ വയസ്സിലേക്ക് ഞാൻ പറയുന്നത് കേൾക്ക്. താങ്കൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഞാൻ പറയുന്നത്. ഖുർആൻ പറയുന്നു, നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കിയോ നിങ്ങളോട് യുദ്ധം ചെയ്യാത്തവരോട് നിങ്ങൾ അവരോട് നീതി പാലിക്കും, നിങ്ങൾ അവരോട് മര്യാദയോട് പെരുമാറണം എന്ന് പറയുന്ന ഖുർആൻ കാഫിറിനെ കൊല്ലുമെന്ന് പറയാം.
പറയുന്നുണ്ട്. പ്രവാചകൻ 9:5 വായിക്ക്. തൗബ 9:5 വായിക്ക്. താങ്കൾ സമയം വാങ്ങി 9:5 വായിക്ക്. ആരിഫ് ഹുസൈൻ അത് കഴിഞ്ഞിട്ട് താങ്കൾ പറയും. അല്ല അബ്ദുള്ള താങ്കൾ ഇത്ര അബ്ദുള്ള നീ ഇത്ര മണ്ടറായി പോയല്ലോ. അത് ഞങ്ങൾക്ക് അറിയാം ആരാ മണ്ടനെന്ന്. അനുവദിക്കപ്പെട്ട സമയം അവസാനിച്ചിരിക്കുന്നു കേട്ടോ. താങ്കൾ എങ്ങനെ വിഡ്ഢിയായതെന്നാ? താങ്കൾ നല്ല മനുഷ്യനായിരുന്നല്ലോ. റേഡിയോ തുറന്നു വെച്ച പോലെ ഇങ്ങനെ പറഞ്ഞു പോകാതെ പ്ലീസ്. വിഡ്ഢിയായത് അതെ. അനിൽ ഇവിടെ ഒരു കബളിപ്പിക്കലാണ്. അല്ല അല്ല പ്ലീസ് എനിക്ക് തന്ന സമയത്താണ് അബ്ദുള്ള ഇടയ്ക്ക് കയറിയത്. നമ്മളത് വിട്ടുതരികയാണ് ചെയ്തത്. ഇനിയെങ്കിലും നമ്മൾ പറയുന്നത് കേൾക്കൂ. ഞാൻ കൊല കൊമ്പൻ. ഇവിടെ അബ്ദുള്ള അതിന്റെ ഇടയിൽ കാണിച്ച തരികിട എന്താണ്? നമ്മൾ പറഞ്ഞു കാഫറിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്ന ആ മഹത് നിയമം ഈ സൂറത്തിലുണ്ട്. തൗബ എന്ന് പറയുന്ന സൂറത്തിൽ 5-ാമത്തെ ഞാൻ പോകുന്നു. ബൈ.